ഇവിടെ വന്ന് ഇവിടെ താമസിച്ചോ? തനിക്കാരെങ്കിലും ഞാനിവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നുണ്ടായാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ ഇത് പണിതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിന് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെസ്റ്റ് തന്തയും മോളും കൊള്ളാം. ഒരുപാട് പേര് വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ശരിയാണ്, അവർ ചോർച്ച കാണും. ഇതിന് മുമ്പൊന്നും ഇതുണ്ടായിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഗൃഹപ്രവേശമൊക്കെ ഭയങ്കര രീതിയിൽ ആഘോഷിച്ചായിരുന്നല്ലോ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാണ്, എന്നിട്ട് ഇപ്പോഴാണ് ചോർച്ച ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതെന്തായാലും ആയിക്കോട്ടെ. എന്നിട്ട് അവരങ്ങനെ ആക്ഷേപിക്കുന്ന അത്ര ശരിയല്ല. കാരണം ഒരു വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരു വീട് ചോർന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ താങ്കൾ അത് കിട്ടുമ്പോൾ വലിയ സൗഭാഗ്യമാണ്. പിന്നെ സുധിച്ചേട്ടൻ ഒരു മരിക്കണതിന് മുമ്പ് ഉല്ലാസ് അന്ന് വിളിച്ച് ആക്സിഡൻ്റ് ആവുന്നതിന് മുമ്പ് അതിനകത്ത് ഫോണിൽ പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല, ലോൺ എടുക്കണം, എങ്ങനെ കരയുമെന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബിനു അടിമാലിയും ഉല്ലാസ് പന്തളും ആശ്വസിപ്പിച്ചാണ്. അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയി. ആ ആത്മാവ് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്. അത് സാധിച്ചു. മരണത്തോടെയെങ്കിലും ആ മനുഷ്യൻ സ്വന്തത്തെ ആ മാതിരി മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാട്ടായങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അത് തന്നെ. ഇനിയിപ്പോൾ മോള് ബിഗ് ബോസിലുണ്ടല്ലോ, അത്യാവശ്യം നല്ല കാശുണ്ട്. ഇൻ്റർവ്യൂവിൽ നല്ല കാശ് മേടിക്കുന്നുണ്ട്. അവർ ചോർച്ച അടിച്ച വീട് ഇച്ചിരി മൂടി പിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് സഹായിക്കുന്നതിന് പരിധിയുണ്ട്. അത് അവർ ചെയ്തു കഴിഞ്ഞു. ബാക്കി നിങ്ങളുടെ കടമയാണ്.